आदाब। आज मैं आप लोगों के सामने उर्दू के मशहूर अफसाना निगार नॉवल निगार प्रेमचंद का तारुफ करना चाहता हूँ और उसके साथ साथ उनके एक मशहूर अफसाना बड़े घर की बेटी का भी तारुफ करवाना चाहता हूँ और उसका पहला हिस्सा हम देखें। प्रेमचंद प्रेमचंद 31 जुलाई 1880 ईस्वी को बनारस के पास लम्ही गांव में पैदा हुए। ഇവിടെ പറയുന്നത് പ്രേംചന്ദ് അദ്ദേഹം ജനിച്ചത് ജൂലൈ 31, 1880 ബനാറസിനടുത്തുള്ള ലംഹി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. उनका असली नाम धनपत राय था. घर में प्यार से नवाब राय कहा जाता था, यानी नवाब राय के नाम से वो उनको प्यार से घर वाले बुलाते थे, पुकारते थे. उनका असली नाम धनपत राय था और 8 साल की उम्र में उनकी माँ का इंतकाल हो गया, यानी बचपन में ही उनकी माँ मर गई. बचपन में ही अरबी, फारसी और उर्दू की तालीम हासिल की, यानी उर्दू, अरबी, फारसी पढ़े. बीए का इम्तिहान पास करने पर उन्हें मिर्जापुर के एक मिशन स्कूल में असिस्टेंट मास्टर की मुलाजिमत मिल गई. അങ്ങനെ BA का इम्तिहान पास करने पर, BA പരീക്ഷ പാസ്സായപ്പോൾ അദ്ദേഹത്തിന് മിർസാപൂർ ഒരു സ്ഥലത്തിന്റെ പേരാണ്, അവിടെയുള്ള एक മിഷൻ സ്കൂൾ में അയാൾക്ക് എന്ത് ചെയ്തു, അസിസ്റ്റന്റ് മാസ്റ്റർ, ഇന്ന് നമ്മൾ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത് പോലെ, UP സ്കൂൾ അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോലെ ടീച്ചേഴ്സിന് ആ രൂപത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു സ്കൂൾ ടീച്ചറായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ജോലി കിട്ടി. തസ്നീഫ് താലീഫ് के काम भी जारी रहे. തസ്നീഫ് താലീഫ്, തസ്നീഫ് താലീഫ് എന്ന് വെച്ചാൽ എഴുത്ത്, ക്രോഡീകരണം, ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ എഴുത്ത്, രചനകളും കാര്യങ്ങളും ഒക്കെ അതോടൊപ്പം തന്നെ തുടർന്നു. 8 अक्टूबर 1936 ईस्वी को इंतकाल कर गए. അങ്ങനെ അദ്ദേഹം 1936 മരിക്കുന്നത്. प्रेमचंद अदब को जिंदगी का आईनादार बनाने की हामी थे. പ്രേംചന്ദ് അദ്ദേഹം സാഹിത്യത്തിലൂടെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടാവുന്ന രൂപത്തിലേക്ക്, സാഹിത്യത്തിനെ ജനങ്ങൾക്ക് ഉപയുക്തമാവുന്ന രൂപത്തിലേക്ക് മാറ്റുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം അതിന്റെ വലിയ സപ്പോർട്ടർ ആയിരുന്നു. നമുക്ക് കാണാൻ പറ്റും സാഹിത്യത്തിന്റെ വെച്ചുകൊണ്ട് രണ്ട് ചിന്താധാരകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അദബ് ബരായെ അദബ്, ഒന്നാണ് അദബ് ബരായെ ജിന്ദഗി. അപ്പൊ ഇദ്ദേഹം അദബ് ബരായെ ജിന്ദഗി के हामी थे. ഹാമി മീൻസ് ഹിമായത് കർണേ വാല, സപ്പോർട്ട് കർണേ വാല. അപ്പൊ എന്ന് വെച്ചാൽ ഈ സാഹിത്യത്തിലൂടെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് അദബ് ബരായെ അദബ് എന്ന് പറയുന്ന ആളുകളുടെ ലക്ഷ്യം. അദബ് ബരായെ അദബ് എന്ന് പറയുന്നത് സാഹിത്യം എന്താണ്, സാഹിത്യത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അതിന്റെ സാഹിത്യത്തിന്റെ നൈപുണി, അതിന്റെ പ്രാധാന്യം, അതിന്റെ ആ ഒരു സാഹിത്യത്തിന്റെ പ്രാധാന്യം നൽകുന്നതാണ്. അതിന്റെ അങ്ങനെയുള്ള ആർട്ട് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് അദബ് ബരായെ അദബ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തർക്കി പസന്ത് തെഹരീക്ക് അഥവാ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം, അതിന്റെ ഒരു പ്രധാന അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രേംചന്ദ്. അപ്പോ ഇവര് അതുപോലെ തന്നെ അലിഗഡ് തെഹരീക്ക്, ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങളൊക്കെ അദബ് ബരായെ ജിന്ദഗിക്ക് ഹാമിദ് നോക്കാം. इसीलिए उन्होंने अदब की इफादी पहलुओं पर जोर दिया. അപ്പൊ അദ്ദേഹം സാഹിത്യത്തിന്റെ ഇഫാദി പഹലു, ഫായ്ദ പഹുഞ്ചാന എന്നുള്ളതാണ് ഇഫാദിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ സാഹിത്യത്തിലൂടെ ആളുകൾക്ക് ഉപയുക്തമാകുന്ന രൂപത്തിലേക്ക് മാറ്റുവാൻ അദ്ദേഹം ശ്രമിച്ചു. ഉനോന്നെ ജീവിതഗന്ധിയായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സാഹിത്യത്തിലൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം, അതാണ് ഇദ്ദേഹം നടത്തിയത്. उन्होंने देहात और देहाती जिंदगी, देहात ना ग्रामम, विलेज, देहाती जिंदगी, विलेज लाइफ, അദ്ദേഹം देहात और देहाती जिंदगी, वहां के लोगों के आदात और अतवार, അവിടുത്തെയുള്ള ആളുകളുടെ ആദാത്ത് അത്വാർ, സ്വഭാവങ്ങളും രീതികളും ചിന്താരികളും ഒക്കെ, മസായിൽ, അവരുടെ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, और उनकी बेबसी, അവരുടെ നിരാശ്രയത്വം, ഹരിജനോं की बदहाली, ഹരിജൻ അറിയാലോ, താഴേക്കിടയിലുള്ള താഴെ കാസ്റ്റിലുള്ള, ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ, അവരുടെ ദുരവസ്ഥകൾ എന്തൊക്കെ. അതുപോലെ തന്നെ റസ്മു റിവാജ്, ആചാരാനുഷ്ഠാനങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ലാനത്ത്, മുസീബത്തുകൾ, ബുദ്ധിമുട്ടുകൾ. ജമീന്ദാറും ഓർ ജാഗിർദാറും കെ മസാലിം, ജമീന്ദാറ്, ജാഗിർദാർമാര് ആയ ജമ്മികള്, അതുപോലെ ഭൂ ഉടമകള്, ഇവരുടെയൊക്കെ
ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ. ദേഹി മുആശിറത്ത്, അതുപോലെ തന്നെ ദേഹി മീൻസ് വില്ലേജ്, അവിടുത്തെ വില്ലേജ് സൊസൈറ്റി. അപ്പോ ഗ്രാമീണ ജനത, അവരുടെ ആ ഒരു സമൂഹം, അതിന് ഇങ്ങനെയുള്ളതിനെയൊക്കെ അദ്ദേഹം अपने നോവലോ ഓർ അഫ്സാനോമേ പേഷ് കിയ. ഇങ്ങനെയുള്ള ഇതിനെയൊക്കെയാണ് അദ്ദേഹം അഫ്സാനുകളിലൂടെയും നോവലുകളിലൂടെയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. वो अदब और वतन की आजादी के लिए अपने कलम के जोर से कुछ न कुछ करते रहना चाहते थे. അദ്ദേഹം അദബ് സാഹിത്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വതൻ കി ആസാദി കെ ലിയെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉन्होंने अपने कलम के जोर से, കലം പേന, കലം കെ जोर से പേനയുടെ ശക്തി ഉപയോഗിച്ച്, പേനയാൽ അദ്ദേഹം കുച്ച് ന കുച്ച് കർണ ചാഹത്തെ थे. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ചിന്തിച്ച അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഇസിലിയെ ഉൻകോ കലം കാ മസ്ദൂർ യാ കലം കാ സിപ്പാഹി കഹാ ഗയ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പേരുകൾ എന്തൊക്കെ വിളിക്കപ്പെട്ടത്. उन्होंने 1936 ईस्वी को लखनऊ में मुनक़िद हुए अंजुमन तरक्की पसंद मुसन्निफीन के पहले इजलास की सदारत की. അദ്ദേഹം 1936 ലഖ്നൌവിൽ വെച്ച് നടന്ന അഞ്ജുമൻ തർക്കി പസന്ത് മുസന്നിഫീൻ ആയ പുരോഗമന സാഹിത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എഴുത്തുകാരുടെ പഹലെ ഇജ്ലാസ്കി, അതിന്റെ ആദ്യത്തെ കോൺഫറൻസിന്റെ സദാർത്തി, അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് നമ്മുടെ പ്രേംചന്ദ് ആണ്. അപ്പൊ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക, അദ്ദേഹം അഞ്ജുമൻ തർക്കി പസന്ത് മുസന്നിഫിന്റെ ആദ്യത്തെ ഇജ്ലാസ് നടന്നിട്ടുള്ളത് ലഖ്നൌവിൽ വെച്ചുകൊണ്ടാണ് 1936. തൊട്ടുമ്പത് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു പ്രേംചന്ദ് മരിച്ചത് അതും 1936. അതായത് ഒരേ വർഷം തന്നെയാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രം. ജംഗ് ആസാദി की तहरीक में प्रेमचंद ने गांधी जी के साथ बढ़ चढ़कर हिस्सा लिया. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രേംചന്ദ് ഗാന്ധിജി के साथ बढ़ चढ़कर अच्छी तरह അദ്ദേഹം തന്നെ പ്രേംചന്ദ് ഗാന്ധിജിയുടെ കൂടെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപോലെ പങ്കാളിയായിട്ടുണ്ട്. കാൺപൂർ ആകാർ അപ്പന പർച്ച നിക്കാല ഹസ് നിക്കാല. അദ്ദേഹത്തിന്റെ പേപ്പർ പ്രസിദ്ധീകരിച്ച്, എങ്ങനെ പത്രം പ്രസിദ്ധീകരിച്ചു, അതിന്റെ പേരാണ് ഹസ് എന്നുള്ളത്. പ്രേംചന്ദ് ने तकरीबन 12 നോവൽ ലിഖി. അദ്ദേഹം 12 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ജിൻമേ അസ്രാർ മുഅബദ്, നിർമ്മല, ബേവ, ഗബൻ, മൈദാന അമൽ, ഗൗദാൻ വഗൈറ അഹ്മിയത് കെ ഹാമിൽ ഹൈ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ. ഗൗദാൻ ഉൻകാ ഷഹ്കാർ നോവൽ തസവ്വുർ കിയാ ജാതാ ഹൈ. ഗൗദാനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഷഹ്കാറായിട്ടുള്ള മാസ്റ്റർ പീസ് ആയിട്ടുള്ള നോവൽ. प्रेमचंद को उर्दू अफसाने का मेमार आजम और मोजिद भी कहा जाता है. പ്രേംചന്ദിനെയാണ് ഉറുദു അഫ്സാനകളുടെ ഷോർട്ട് സ്റ്റോറീസിന്റെ മെമാർ ആസം, പ്രധാനപ്പെട്ട ഒരു ശില്പി എന്നുള്ള പേരിൽ, മോജിദ് ഉണ്ടാക്കിയിട്ടുള്ള ആൾ എന്ന അർത്ഥം തന്നെയാണ്. അതിന് തുടക്കക്കാരൻ എന്ന രൂപത്തിലും അറിയപ്പെടുന്നത്. പ്രേംചന്ദ് ने उर्दू में तकरीबन 300 अफसाने लिखे. പ്രേംചന്ദ് ഉറുദുവിൽ ഏകദേശം 300 അഫ്സാനകൾ എഴുതിയിട്ടുണ്ട്. ഉൻകാ പഹല അഫ്സാന ദുനിയാ കാ സബ്സെ അൻമോൽ രതൻ ഹൈ. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഫ്സാന. ഉൻകാ പഹല അഫ്സാനവി മജ്മുഅ സോസെ വതൻ ഹൈ. ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഫ്സാനകളുടെ സമാഹാരം. പ്രേം 25, പ്രേം 32, ഖാകെ പർവാന, ഖാബോ ഖയാൽ, ഫിർദൗസ് ഖയാൽ, പ്രേം 40, आखिरी तोहफा, ज़ाद राह, दूध की कीमत, वारिदात वगैरह उनके अफसानों के मजमूए है. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഫ്സാനകളുടെ സമാഹാരങ്ങൾ. ഇനി നോക്കാം. ബഡേ ഘർ കി ബേട്ടി പ്രേംചന്ദ് കാ ഏക് അഹം അഫ്സാന ഹൈ. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മഷ്ഹൂർ അഫ്സാനോं में से एक है, जिसमें एक ताल्लुक़ेदार भूप सिंह की बेटी आनंदी का किरदार मरकजी है. അപ്പൊ ഇതിലെ മർക്കസി കിർദാറാണ് ആര്? ഭൂപ് സിംഗിന്റെ മകളായിട്ടുള്ള ആനന്ദി നിർവഹിക്കുന്നത്. ഉൻകി ഷാദി, ഈ ആനന്ദിയുടെ ഷാദി ആരുമായിട്ട് നടക്കുന്നത്? ഏക് മാമൂലി ഖാൻദാൻ കെ ഫർസിന്ദ്, ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിലെ ആരാണ്? ഒരു മകനായിട്ടുള്ള ശ്രീകണ്ഠനുമായിട്ടാണ് നടക്കുന്നത്. ജിസ്നെ BA പാസ് കർക്കെ ഏക് ദഫ്തർ മേ നൗകരി ഹാസിൽ കർ ലേതി. അദ്ദേഹം BA എക്സാം ഒക്കെ പാസ്സായിട്ട്, BA ഡിഗ്രി ഒക്കെ പാസ്സായിട്ട് അദ്ദേഹം ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ് ഇപ്പോ. പുരാനെ റസ്മോ റിവാജ് കെ ഷെയ്ദായി थे.
അദ്ദേഹം പഴയ ആചാര അനുഷ്ഠാനങ്ങളുടെയൊക്കെ അതിനു വേണ്ടി അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനുവേണ്ടി മരിക്കുന്ന ഒരാളായിരുന്നു. ഓർ മുഷ്തരിക ഖാൻദാൻ കെ ജബർദസ്ത് ഹാമിദ്, അതുപോലെ തന്നെ മുഷ്തരിക ഖാൻദാൻ കെ, അപ്പോ ജോയിന്റ് ഫാമിലി സിസ്റ്റം, അതിന്റെയൊക്കെ വലിയ സപ്പോർട്ടർ ആയിരുന്നു നമ്മളുടെ ശ്രീകണ്ഠൻ. അദ്ദേഹവുമായിട്ടാണ് ഭൂപ് സിംഗിന്റെ മകൾ ആനന്ദിയുടെ വിവാഹം നടക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിൽ രണ്ട് കഥാപാത്രങ്ങൾ വന്നു. ഒന്ന് ഭൂപ് സിംഗ് കി ബേട്ടി ആനന്ദി, രണ്ടാമത്തേതാണ് ശ്രീകണ്ഠൻ. ഇനി അടുത്ത് നോക്കാം. ഏക് ദിൻ ലാൽ ബഹാരി സിംഗ്, അതാരാണ്? അതാണ് നമ്മുടെ ശ്രീകണ്ഠന്റെ അനിയൻ, ഭായി. ഏക് ദിൻ ലാൽ ബഹാരി സിംഗ് അപ്പനി ബാബി കോ ഗോഷ്ത് ബനാനെ കെ ലിയെ കഹ്താ ഹൈ. അപ്പൊ ഒരു ദിവസം ലാൽ ബഹാരി സിംഗ് ഗോഷ്ത് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഗോഷ്ത് മാംസം കൊണ്ടുവന്നിട്ട് തന്റെ ബാബിയോട്, ബാബി എന്ന് പറഞ്ഞാല് ഭായിക്ക് ബീവി, തന്റെ മുത്തശ്ശിയോട് എന്ത് ചെയ്തു? പറഞ്ഞു. എന്ത്? ഗോഷ്ത് ബനാനെ കെ ലിയെ, മാംസം പാകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആനന്ദി തോടാ ഘീ ഹോനെ കി വജഹ സെ സാരാ ഘീ ഗോഷ്ത് മേ ഡാൽ ദേത്തി ഹൈ. ആനന്ദിക്ക് അറിയില്ല, അവൾ എന്ത് ചെയ്തു? തോടാ ഘീ ഹോനെ കി വജഹ സെ, വളരെ കുറഞ്ഞ ഘീ മാത്രം ഉണ്ടായതുകൊണ്ട്, നെയ്യ് മാത്രം വെണ്ണ മാത്രം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തു? അവള് ആ മുഴുവൻ വെണ്ണയും അല്ലെങ്കിൽ നെയ്യും എന്ത് ചെയ്തു? ഇറച്ചി മാംസത്തിലിട്ടിട്ട് പാചകം ചെയ്തു. ലേക്കിൻ ജബ് ലാൽ ബഹാരി ഖാനെ കെ ലിയെ ബൈഠതാ ഹൈ, പക്ഷെ നമ്മളുടെ ലാൽ ബഹാരി അദ്ദേഹം എന്ത് ചെയ്തു? ഖാനെ കെ ലിയെ ബൈഠ് ജാതാ ഹൈ, അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ദാൽ മേ ഗീ നഹി ഹോതാ തോ, അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കറി എന്താണ്? ദാൽ മീൻ പരിപ്പ്, അപ്പൊ ആ പരിപ്പ് കറി എന്താണ്? വറവിട്ടത് കാണാത്തപ്പോ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? തോ അപ്പനി ഭാവജ് പർ ബഹുത് ജ്യാദ നാറാസ് ഹോതാ ഹൈ, അദ്ദേഹം തന്റെ മുത്തച്ഛിയോട് എന്ത് ചെയ്തു? ബഹുത് നാറാസ് ഹോതാ ഹൈ, ആകെ എന്ത് ചെയ്യുന്നു? ദേഷ്യം വരുന്നു, പിണങ്ങുന്നു. ചോട്ടി സി ബാത് ബഹുത് ബഡി ഹോ ജാത്തി ഹൈ, അങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഒരു ചെറിയ പ്രശ്നം ബഹുത് ബഡി ഹോ ജാത്തി ഹൈ, അത് പറഞ്ഞു വലിയ വിഷയമായി മാറുന്നു. ആനന്ദി നാറാസ് ഹോക്കർ ഖാന പീന ചോട് ദേത്തി ഹൈ, ആനന്ദി ആകെ എന്ത് ചെയ്തു? നാറാസ് ഹോക്കർ, ആകെ വിഷമിച്ചിട്ട്, ആകെ പിണങ്ങിയിട്ട് എന്ത് ചെയ്തു? ഖാന പീന ചോട് ദേത്തി ഹൈ, അവള് തീറ്റയും കുടിയൊക്കെ നിർത്തിവെക്കുന്നു. ഓർ അപ്പനെ ഷോഹർ ശ്രീകണ്ഠ സെ സാരാ വാഖിയ ബയാൻ കർ ദേത്തി ഹൈ, അങ്ങനെ അവൾ അവളുടെ ഭർത്താവായിട്ടുള്ള ശ്രീകണ്ഠനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. ഉസ്കോ അപ്പനി ബീവി കി ബേ ഇസ്സത്തി ബർദാഷ് നഹി ഹോത്തി, അദ്ദേഹത്തിന് തന്റെ ഭാര്യയ്ക്ക് ഏൽക്കേണ്ടി വന്ന ഈ ഒരു അപമാനം അത് സഹിക്കാനാവുന്നതിൽ അപ്പുറമായിരുന്നു. ഇതാണ് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ഭാഗം. നോക്കാം ഇനി ഡീറ്റെയിൽ ആയിട്ട്. ബഡേ ഘർ കി ബേട്ടി, അതാണ് നമ്മുടെ അഫ്സാനയുടെ പേര്. ബീനി മാധവ് സിംഗ് മൗസ് ഗൗരിപൂർ കെ ജമീന്ദാർ നമ്പർദാർ थे. അപ്പോ ബീനി മാധവ് സിംഗ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഗൗരിപൂരിലെ ഒരു പ്രധാനപ്പെട്ട ജമ്മിയായിരുന്നു. ഉൻകെ ബുസുർഗ് കിസി ജമാനെ മേ ബഡേ സാഹിബ സറോത് थे. അദ്ദേഹത്തിന്റെ പൂർവജർ അവരെന്തായിരുന്നു? പഴയ കാലഘട്ടത്തിൽ വലിയ എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികമായിട്ടും മറ്റും ഒക്കെ വലിയ ഉള്ള ആളുകളായിരുന്നു, ഉയർന്ന ആളുകളായിരുന്നു. പുഖ്ത താലാബ് ഓർ മന്ദിർ ഉനി കി യാദ്ഗാർ ഥി, അവിടെയുള്ള നല്ല ആ ഒരു താലാബ് കുളം, അതുപോലെ തന്നെ മന്ദിർ ക്ഷേത്രം, അതൊക്കെ ഉൻകി യാദ്ഗാർ ഥി, അദ്ദേഹം നിർമ്മിച്ചതാണ്. കഹത്തെ ഹെ ഉസ് ദർവാസെ പർ പഹലെ ഹാത്തി ഝൂംതാ ഥാ, ആളുകൾ പറയാറുണ്ട് എന്ത്? ഉസ്കെ ദർവാസെ പർ, അദ്ദേഹത്തിന്റെ വാതിലിലെ ആദ്യമൊക്കെ എന്തുണ്ടായിരുന്നു? ഹാത്തി ഝൂംതാ ഥാ, അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ എന്തുണ്ടായിരുന്നു? ഹാത്തി എന്ന് പറഞ്ഞാല് ആന, ഝൂംതാ എന്ന് വെച്ചാൽ ഒരു ആനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ അന്തസ്സിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ അടയാളമായിട്ട്. അതിനടുത്ത് നമ്മൾ പറയാം ബഡേ ഘർ കി ബേട്ടി, വലിയ വീട്ടിലെ മോള് എന്നുള്ളതാണ് അതിന്റെ, വലിയ വീട്ടിലെ പെൺകുട്ടി അല്ലെങ്കിൽ മോള് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ അഫ്സാനയുടെ പേര് തന്നെ. അപ്പൊ ഈ വലിയ വീട്ടിലെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ എടുക്കുന്നതാണ് വലിയ വീട്ടിലെ മോള് എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥത്തിൽ എടുക്കാം. ഒന്ന് വലിയ പണവും പത്രാസും കാര്യങ്ങളൊക്കെയുള്ള കുടുംബത്തിലെ മകൾ എന്ന അർത്ഥത്തിൽ എടുക്കാം. രണ്ടാമത് നമുക്ക് എടുക്കാൻ എന്താ പറയാ, വലിയ മനസ്സുള്ള ആളുകൾ ഉള്ള വീട്ടിൽ നിന്നും വന്നിട്ടുള്ള വലിയ മനസ്സുള്ള കുട്ടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാം. രണ്ടർത്ഥത്തിൽ പറഞ്ഞാലും ഇത് ആപ്റ്റ് ആയിട്ട് വരും. നോക്കാം.
അങ്ങനെ ഉസ് ഹാത്തി കാ മൗജൂദ നാമൽ ബദൽ ഏക് ബൂഡി ബൈൻസി. ഇന്ന് ആ പഴയ പ്രതാപങ്ങളൊന്നുമില്ല. അതിന് പകരം എന്നുള്ളത് എന്താണ്? ആ സ്ഥാനത്ത് ഏക് ബൂഡി ബൈൻസി, ഒരു വയസ്സായ ഒരു ബൈൻസ് ആയിരുന്നു ഇന്ന് അവിടെ ഉണ്ടായിരുന്നത്. ജിസ്കെ ബദൻ പർ ഗോഷ്തോ ന ഥാ. അത് അത്ര എന്തല്ല, നല്ല പുഷ്ടി പിടിച്ച എന്തല്ല ബൈൻസ്, എരുമയൊന്നും അല്ല. ബൈൻസ്, ബോഡി ബൈൻസ്, ഒരു ബൈൻസ് ആണ് എരുമ, ഒരു വയസ്സായ ഒരു എരുമയായിരുന്നു ഉണ്ടായിരുന്നത്. ജിസ്കെ ബദൻ പർ ഗോഷ്തോ ന ഥാ. അത് അത്രമാത്രം തന്നെ പുഷ്ടിയൊക്കെയുള്ള എന്തല്ല, വലിയൊരു ഒന്നും അല്ലായിരുന്നു. മഗർ ഷായദ് ദൂത് ബഹുത് ദേത്തി തീ. പക്ഷേ എന്താണ്, അത് ധാരാളം എന്ത് ചെയ്തിരുന്നു? ദൂത് ബഹുത് ദേത്തി തീ. പാലൊക്കെ നന്നായി കിട്ടുന്ന ഒന്നായിരുന്നു. ക്യോങ്കി ഹർ വക്ത് ഉസ്കോ ഏക് ന ഏക് ആദ്മി ഹാണ്ടി ലിയെ ഉസ് പർ സവാർ രഹ്താ ഥാ. എന്നുവെച്ചാൽ എപ്പോഴും ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്തിരുന്നു? ഒരു പാത്രം എടുത്തിട്ട്, ഹണ്ടി മൺകലം എടുത്തിട്ട് എന്ത് ചെയ്തു? ഉസ് പർ സവാർ രഹ്താ എന്ന് വെച്ചാൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നിന്നിരുന്നു, നടത്തുന്നതിന് നോക്കിയിരുന്നു, പരിപാലിച്ചിരുന്നു. ബീനി മാധവ് സിംഗ് ജായിദാദ് വക്കീലോ കി നസർ കി. അങ്ങനെ നമ്മുടെ ഈ ബീനി മാധവ് സിംഗ്, അദ്ദേഹം ആരാണ്? ബീനി മാധവ് സിംഗ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അയാൾ ആരാണ്? ഞാനിപ്പോ അഡ്വാൻസ് ചെയ്തുകൊണ്ട് പറയാണ്, അദ്ദേഹമാണ് നമ്മുടെ ശ്രീകണ്ഠന്റെ അച്ഛൻ. നോക്കാം. ബീനി മാധവ് സിംഗ് നിസ്ഫ് സെ സായിദ് ജായിദാദ്. ബീനി മാധവ് സിംഗിന് ഉണ്ടായിരുന്ന സമ്പത്ത്, അതിലെ നിസ്ഫ് സെ സായിദ്, പകുതിയിലധികം സമ്പത്ത് എന്ത് ചെയ്തു? വക്കീലോ കി നസർ കി. അദ്ദേഹം വക്കീലിന് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ചെലവഴിച്ചാൽ കേസും കാര്യങ്ങളും മറ്റും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? കോടതി ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവാക്കി പോയി. അപ്പൊ ഉൻകി സാലാന ആമദിനി 1000 സെ സായിദ് ന ഥി. ഇപ്പൊ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 സെ ജ്യാദ ന ഥി. ഒരു 1000 രൂപയിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഠാക്കൂർ സാഹബ് കെ 2 ബേട്ടെ थे. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. അതില് ബഡേ കാ നാം ശ്രീകണ്ഠ് സിംഗ് ഥാ. വലിയ ആളാണെന്ത്? ശ്രീകണ്ഠ് സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകണ്ഠൻ. उसने एक लंबी मुद्दत की मेहनत के बाद BA की डिग्री हासिल की. അദ്ദേഹത്തിന് വളരെ ശ്രമിച്ചിട്ടാണ്, അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത് BA ഡിഗ്രി കരസ്ഥമാക്കിയത്. अब एक दफ्तर में नौकर था. ഇന്ന് അദ്ദേഹം എന്ത് ചെയ്യണം? ഓഫീസിൽ ജോലി ചെയ്യാണ്. ചോട്ട ലഡ്ക ലാൽ ബഹാരി സിംഗ്, അതാണ് ചെറിയ ആള്. ദോഹരെ ബദൻ കെ സജീല ജവാൻ, നല്ല ഖൂബ്സൂറത്ത്, നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു അവൻ. ബരാ ഹുവ ചെഹര, നല്ല എന്താണ്, പ്രസരിപ്പുള്ള മുഖം, അതുപോലെ തന്നെ ചൗഡാസീന, നല്ല നെഞ്ച് ഒക്കെയുള്ള ആളായിരുന്നു. ബൈൻസ് കാ ദോ സൈർ താസ ദൂത് കാ നാശ്ത കർ ജാതാ ഥാ. ബൈൻസിന്റെ, ഈ എരുമയുടെ എന്താണ്, അദ്ദേഹം 2 ഇടങ്ങളിൽ പാൽ എന്ത് ചെയ്യാറുണ്ട്? താസ ദൂത് കാ നാശ്ത കർ ജാതാ ഥാ. നാശ്ത എന്തായിരുന്നു? ഇതായിരുന്നു. അദ്ദേഹം ബൈൻസിന്റെ 2 ഇടങ്ങളിൽ പാലായിരുന്നു അദ്ദേഹത്തിന്റെ നാശ്ത. ശ്രീകണ്ഠ് ഉസ്സെ ബിൽക്കുൽ മുതസാദ് ഥാ. പക്ഷെ ശ്രീകണ്ഠൻ അങ്ങനെയൊന്നും അല്ല. ബിൽക്കുൽ ഉസ്കെ മുതസാദ്, ഓപ്പോസിറ്റ് ഥാ. इन ज़ाहिरी खूबियों को उन्होंने 2 अंग्रेजी हरूफ BA पर कुर्बान कर दिया था. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഈ ഭൗതികമായിട്ടുള്ള എല്ലാ ഹൂബികളും, ഖൂബ്സൂറത്തി, ഇതിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലീഷിലെ 2 അക്ഷരത്തിന് വേണ്ടി, അതായത് BA, BA ഡിഗ്രി, ഇതിനു വേണ്ടി അദ്ദേഹം ചെയ്തതിന് കുർബാൻ കർ ദിയ താ. അതിനു വേണ്ടി അദ്ദേഹം അർപ്പിച്ചതായിരുന്നു. ഇനി 2 ഹർഫോനെ, അതായത് ഈ ഡിഗ്രി പാസ്സാകാൻ വേണ്ടി അദ്ദേഹം എടുത്ത് മെനക്കെട്ടുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല, ബാക്കി കാര്യങ്ങളിലൊന്നും അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. അദ്ദേഹത്തിന് ശാരീരികവും മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹം പുഷ്ടിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചില്ല. ഇനി 2 ഹർഫോനെ ഉൻകെ സീനെ കി കുശാദഗി, ഖദ് കി ബുലന്ദി, ചെഹരെ കി ചമക് സബ് ഹസ്ം കർ ലി ഥി. അഥവാ ഇൻ ദോനോ ഹർഫോനെ, ഈ 2 ഹർഫ്, ഈ 2 അക്ഷരം BA എന്നുള്ളത്, ഉൻകെ സീനെ കി കുശാദഗി, അദ്ദേഹത്തിന്റെ നെഞ്ചിലെ വിധി, അതുപോലെ തന്നെ ഖദ് കി ബുലന്ദി, അദ്ദേഹത്തിന്റെ ഉയർച്ച, അദ്ദേഹത്തിന്റെ ഉയരം, പൊക്കം, അതുപോലെ തന്നെ ചെഹരയ്ക്ക് ചമക്, മുഖത്തിന്റെ ആ ഒരു പ്രസന്നത, സബ് ഹസം കർലീതി, ഇതൊക്കെ എന്താക്കി? ഇതിന്റെയൊക്കെ ഒരു ഇതിന്റെയൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ ഇല്ലാതാക്കി എന്നർത്ഥം. ഈ ഹസ്രത്ത് അദ്ദേഹം എന്താണ്? അബ് അപ്ന വക്ത് ഫുർസത്ത് കാ വക്ത് എന്താണ്? തിബ് കെ മുതാലയെ സർഫ് കർത്തേ थे. അദ്ദേഹം ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാലും പിന്നെ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ലേഷർ ടൈം, ഫ്രീ ടൈം അദ്ദേഹം എന്താണ്? തിബ് കെ മുതാലയെ, അദ്ദേഹം ചികിത്സയുടെ
അതിനെ കുറിച്ചുള്ള റഫറൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, ചെലവഴിച്ചിരുന്നത്. ആയുർവേദിക് ദവാവും പേർ ജ്യാദ അഖീദത, ആയുർവേദിക് മരുന്ന് കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം. शाम सवेरे उनके कमरे में से अक्सर खरल की खुशगवार पैहम सदाएं सुनाई दिया करती थी. शाम सवेरे अതായത് शाम വൈകുന്നേരം, സവേരെ സുബ, സുബ ഓർ ഷാം, ഉൻകെ കമരെ സെ അദ്ദേഹത്തിന്റെ മുറികളിൽ നിന്നുണ്ടായിരുന്നു, അക്സർ ഖരൽ കി, ഖരൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കി എന്ന് പറയാം, അതുപോലെ എന്താ പറയാ മറ്റേ നമ്മുടെ ആട്ടുകല്ല് എന്ന് പറയാം, അതിൽ നിന്ന് ഖുഷ് ഗവാർ പൈഹം, നല്ല സുഗന്ധം ഉള്ള എന്താണ് നല്ല ഒരു സ്വരവും അതുപോലെ എന്താണ് സ്മെല്ലും ഒക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, സുനായി ദിയ കർത്തി थी വന്നിരുന്നു. അപ്പൊ അതിന് ലാഹോർ और कलकत्ता के वेदों से भी बहुत खतों की दावत रहती थी. അദ്ദേഹം ലാഹോറിലെയും അതുപോലെ തന്നെ കൽക്കത്തയിലേക്ക് വൈദ്യന്മാരുമായിട്ട് എന്ന് വെച്ചാൽ ആയുർവേദ വൈദ്യന്മാരുമായിട്ട് അദ്ദേഹം ചെയ്തിരുന്നു, നിരന്തരം ഖത്തോ കിതാബത്ത് രഹിതി, അവരെന്തെയും സമ്പർക്കം പുലർത്തിയിരുന്നു, കത്തുകളും മറ്റുമൊക്കെ അയച്ചിരുന്നു. അങ്ങനെ അത്രയും ഒരു ഈ ഫീൽഡിൽ ഉള്ള ആളാണ് നമ്മളുടെ ശ്രീകണ്ഠൻ. श्रीगंठ इस अंग्रेजी डिग्री के बावजूद अंग्रेजी मुआशरत के बहुत मद्दाह न थे. അദ്ദേഹം BA ഡിഗ്രി ഒക്കെ പാസ്സായെങ്കിലും അദ്ദേഹം എന്തായിരുന്നു, ഒരിക്കലും ഇംഗ്ലീഷ് സൊസൈറ്റി അംഗ്രേസി മുആശറത്ത് ബഹുത് മദ്ദാഹ് നദിയ, അദ്ദേഹം ഇംഗ്ലീഷ് കൾച്ചറിന്റെ ആ സൊസൈറ്റിയുടെ അത്ര വലിയ സപ്പോർട്ടർ ഒന്നും അല്ലായിരുന്നു എന്ന് മാത്രമല്ല, ബൽക്കി ഉൻകെ ബറക്സ്, അതിന് നേരെ വിപരീതമായിട്ട് അക്സർ ബഡി ഷദ്വ മദ് സെ, വളരെ നന്നായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ഉൻകി മുസിമത്ത് കിയാ കർത്തേ थे, അതിനെ ആ ഒരു ബ്രിട്ടീഷ് കൾച്ചറിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൾച്ചറിനെ അദ്ദേഹം എതിർത്തിരുന്നു. ഇസി വജഹ സെ ഗാവ് മേ ഉൻകി ബഡി ഇസ്സത്ത് थी, അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന് എന്തിന് ആളുകളെ ഉൻകു ബഡി ഇസ്സത്ത് ദേते, വലിയ എന്താണ് ഇസ്സത്ത്, അഭിമാനം എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് നൽകിയിരുന്നു. ദസറ के दिनों में वो बड़े जोश से रामलीला में शरीक होते. അദ്ദേഹം ദസറയുടെ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നിന്ന് വളരെ ഉഷാറായിട്ട് ജോഷ് രാംലീല മി ശരീക് ഹോത്തെ, രാംലീലയിലൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു, അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്ന് മാത്രമല്ല, റോസ് കോയിന കോയി രൂപ് ബർത്തെ, ഏതെങ്കിലും ഒരു രൂപമൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓരോ ദിവസവും അണിഞ്ഞിരുന്നു, അഭിനയിച്ചിരുന്നു. ഉനീകി സാദ് സെ ഗൗരിപൂർ മേ രാംലീല കാ വജൂദ് ഹുവ, അദ്ദേഹത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള ഗൗരിപൂരിൽ എന്ത് ചെയ്തത്, രാംലീലയുടെ തുടക്കം അദ്ദേഹത്തിലൂടെയാണ് ഉണ്ടായത്. പുരാനെ റസ്മോ റിവാജ് കാ ഉൻസെ ജ്യാദ പുർജോഷ് വക്കീൽ മുഷ്കിൽ സെ ഹോഗ, അദ്ദേഹത്തിനപ്പുറം പുരാനെ റസ്മോ റിവാജ്, പഴയ ആചാര അനുഷ്ഠാനങ്ങൾ, ട്രഡീഷൻസ്, അപ്പൊ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇതിനേക്കാളും വലിയൊരു വക്കീല് എന്നുവെച്ചാൽ അതിനു വേണ്ടി വാദിക്കുന്ന ഒരാള് മറ്റൊരാളും തന്നെ ഉണ്ടായിരിക്കില്ല. ഖുസൂസൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, മുഷ്തരിക ഖാൻദാൻ കെ വോ ജബർദസ്ത് ഹാമിദ്, ജോയിന്റ് ഫാമിലി എന്നുള്ള ആ ഒരു സിസ്റ്റം, അതായത് ഹിന്ദു റിവാജില് ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്നുള്ളത് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി ജീവിക്കുക എന്നുള്ളത്. അതായത് കുറെ കുടുംബങ്ങൾ ഉണ്ടാവും എന്ന് വെച്ചാൽ ആ ഒരു വീട് അവരവരുടെ മക്കളെ പേരമക്കളോ എല്ലാവരും എന്ത് ചെയ്യണം, ഒറ്റ ഫാമിലി ആയിട്ട് കഴിയുക എന്നുള്ള ജോയിന്റ് ഫാമിലി, അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫാമിലിയുടെ വലിയ സപ്പോർട്ടർ ആയിരുന്നു, അതിനു വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു നമ്മളുടെ ശ്രീകണ്ഠൻ. आजकल बहुओं को अपने कुंबे के साथ मिलजुल कर रहने में जो वाहिश्त होती है उसे वो मुल्क और कौम के लिए फाल बदख्याल करते थे. പക്ഷെ ഇന്നൊക്കെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. എന്ന് വെച്ചാൽ എന്താണ്, ഒരിക്കലും എപ്പോഴും എന്താണ്, ഒരു അണുകുടുംബ വ്യവസ്ഥയാണ് ഇന്നൊക്കെയുള്ള, സ്മോൾ ഫാമിലി സിസ്റ്റം ആണ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ബഹുവോക്കോ, നമ്മുടെ മരുമക്കൾക്കൊന്നൊക്കെ എന്താണ്, അപ്പനെ കുംബേക്ക് സാത്ത് മിൽജുൽ കർ രഹ്നെ മേ, അവരവരുടെ ഫാമിലിക്കൊത്തും ഈ കൂട്ടുകുടുംബമായി ജീവിക്കുന്നതിലൊക്കെ എന്താണ്, ജീവിക്കുന്നതിൽ തന്നെ അവർക്ക് എന്താണ്, വഹിഷ്ത ഹോത്തിയെ, ഹൗഫ് ഹോത്തിയെ, ഡർ ഹോത്തിയെ, എന്നാൽ അവർക്ക് അതിനെയൊക്കെ ജീവിക്കാനുള്ള ഒരു ധൈര്യം ഒന്നും ഇല്ല. പകരം എന്താണ്, അവരെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്, ചെറിയ ചെറിയ സ്മോൾ ഫാമിലി നോംസ് ആണ് അംഗീകരിച്ചു പോരുന്നത്. उसे वो मुल्क और कौम के लिए फाल बदख्याल करते थे. അപ്പൊ ഇങ്ങനെയുള്ള ഈ ചിന്തകൾ, ഈ സ്മോൾ ഫാമിലികള്, ഈ ചെറിയ ചെറിയ ഓരോരുത്തരും വെവ്വേറെ വീട് വെച്ചുകൊണ്ട് പോവുക എന്നുള്ള ഈ സിസ്റ്റം ഇദ്ദേഹത്തിന്റെ ശ്രീകണ്ഠന്റെ കാഴ്ചപ്പാടനുസരിച്ച് അതെന്താണ്, ഒരു മോശമായ
അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അങ്ങനെയുള്ള ഒരു മോശമായ അല്ലെങ്കിൽ വേണ്ട ഒരു നല്ല സിസ്റ്റമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. യഹി വജഹ थी कि അപ്പോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം എന്ന് വെച്ചാൽ ഈ വലിയ ജോയിന്റ് ഫാമിലി സിസ്റ്റമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഡിവൈഡഡ് ഫാമിലിക്ക് അദ്ദേഹത്തിന് എതിരായതുകൊണ്ട് തന്നെ उनके गांव की बहुएं उन्हें मकबूलियत की निगाह से न देखती थी. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കല്യാണം കഴിച്ചൊക്കെ വരുന്ന ബഹു എന്ന് വെച്ചാൽ മരുമക്കളൊക്കെ എന്താണ് അവർക്കൊന്ന് എന്തില്ല ഇദ്ദേഹത്തെ അവര് ഒരു വലിയ ഒരു സ്വീകാര്യമായ കണ്ണോടുകൂടി എല്ലായിരുന്നു കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അവർക്ക് എന്താണ് ഇദ്ദേഹത്തോട് ഉറപ്പായിരുന്നു എന്ന് മാത്രം. ബാസ് ബാസ് ഷെരീഫ് സാദിയാം ബാസ് ബാസ് അച്ചി ലടുക്കിയാം ചില നല്ല സ്ത്രീകള് ഉനെ അവനെ ദുഷ്മൻ സമസ്തി അവരൊക്കെ അവരുടെ ശത്രുവായിട്ടായിരുന്നു നമ്മളുടെ സ്ത്രീകണ്ഠരെ കണ്ടിരുന്നത് ഈ ഒരു വിഷയത്തില്. ഖുദ് ഉനിക്ക് ബീവി മാത്രമല്ല എത്രമാത്രം ഉൻകി ബീവി അദ്ദേഹത്തിന്റെ ഭാര്യ ഉൻസെ ഇസ് മസലെ പർ അക്സർ ജോർ വ ഷോർ സെ ബഹസ് കർത്തി थी. അദ്ദേഹം ഈ ഒരു വിഷയത്തില് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പലതവണയായിട്ട് തർക്കിച്ചിരുന്നു. ജോർ ഷോർ സെ ശക്തമായ ശക്തിയുക്തം തർക്കിച്ചിട്ടുണ്ട്. മഗർ ഇസ് വജഹ സെ നഹി പക്ഷേ എന്തുകൊണ്ടല്ല ഉസെ അപ്പനെ സാസ് സസുർ സെ ദേവർ ജേഡ് സെ നഫ്രത് थी. അവൾക്ക് അവളുടെ അമ്മായിയപ്പനോട് അതിനുവെച്ചാല് അമ്മോഷം കാക്ക എന്ന് പറയില്ല അവരോട് അതുപോലെ തന്നെ അമ്മായിയമ്മയോട് അവരെന്താണ് ദേവർ ജേഡ്സ് അവരെന്താണ് അവരുടെ ഇളച്ചന്മാരോട് ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല. ബൽക്കെ അവൾ ചിന്തിച്ചിരുന്ന എന്താണ് ഉസ്കാ ഖയാൽ था कि अगर गम खाने की तरह और गम खाने और तरह देने पर भी कुंबे के साथ निबाह न हो सके तो आए दिन की तकरार से जिंदगी तल्ख करने के बजाय यही बेहतर है कि अपनी खिचड़ी अलग पकाई जाए. എന്ന് വെച്ചാല് മഗർ ഇസി വജഹ से എന്തുകൊണ്ടായിരുന്നു ബൽക്കി वो इस ख्याल से था ഈ കാരണം ഉണ്ടായിരുന്നത് അക്സർ वो खाने और അക്സർ ഗം ഖാനെ ദുഃഖങ്ങളൊക്കെ സഹിക്കുന്നതില് അവരെന്താണ് തരെ ദേനെ പർ ബി കുംബയ്ക്ക് സാത്ത് നിബാഹിന ഹോസക്കില്ല എന്ന് വെച്ചാൽ എല്ലാ ഈ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അതായത് ദുഃഖം സഹിക്കുന്നവരുടെ സന്തോഷമുള്ളവരുടെ എന്ത് കാര്യത്തിലായാലും അവർക്ക് എന്താണ് ആർക്കെങ്കിലും ഒന്ന് നിബാഹിന ഹോസക്കേത്തോ അവർക്കൊന്ന് ചെറുതായിട്ടൊന്ന് അവരെ കെയർ ചെയ്തില്ല എന്ന് തോന്നിയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളിൽ നിന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന തകരാറുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എന്താണ് അതിന്റെയൊക്കെ നതീജമേ ജോ ജിന്ദഗി തൽഖ് കർണേക്കെ ബജായെ അങ്ങനെയൊക്കെ ജീവിതം എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വെറുപ്പുണ്ടാക്കുന്ന സംഭവമാക്കുന്നതിനേക്കാളും നല്ലത് യഹി ബെഹ്തർ ഹെ അതിനേക്കാളൊക്കെ നല്ല എന്താണ് മറ്റുള്ളവരോട് പറയിപ്പിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അപ്പിനി കിച്ചടി അലക് പക്കായി ചായ അവരവരുടെ ഭക്ഷണം എന്ത് ചെയ്യാണ് അവനവന്റെ അടുപ്പ് വെവ്വേറെ കൂട്ടുന്നതാണ് എന്ന് പറയുന്നത് എന്ന പോലെ അവനവന്റെ ഭക്ഷണം എന്ത് ചെയ്യാണ് വെവ്വേറെ ഉണ്ടാക്കുന്നതാണ് അവനവന്റെ വെവ്വേറെ കുടികളാവുന്നതാണ് വീടുകളാവുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് നമ്മളുടെ ആനന്ദിക്കും ഉണ്ടായിരുന്നത്. അടുത്ത് നോക്കാം. ആനന്ദി ഏക് ബഡേ ഊഞ്ചെ ഖാൻദാൻ കി ലഡ്കി നമ്മുടെ ആനന്ദി അവൾ എന്താണ് ഒരു വലിയ കുടുംബത്തിലെ ഒരു സ്ത്രീ ആയിരുന്നു. വലിയ കുടുംബം എന്ന് പറഞ്ഞാല് നോക്കാം ഉസ്കെ ബാപ്പ് ഏക് ചോട്ടി സി റിയാസത് കെ താലൂക്കേദാർ थे. അവളുടെ അച്ഛൻ എന്താണ് ഒരു ചെറിയ രാജ്യ ഒരു സ്റ്റേറ്റിന്റെ അതിന്റെ താലൂക്കേദാറായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഉയർന്ന പദവിയിലുള്ള ആളായിരുന്നു അദ്ദേഹം. അതൊരു ഗവർണർ എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലുള്ള ഒരാളായിരുന്നു. ആലിഷാൻ മഹൽ അവർക്ക് എന്താണ് ആലിഷാൻ അമ്പരചുംബിയായുള്ള ഒരു മഹലുണ്ട്. ഏക് ഹാത്തി ഉണ്ട്. തീൻ ഗോഡെ പിന്നെ ഗോഡ കുതിരകള് പിന്നെ 5 വർദി പോഷ് സിപ്പാഹി 5 വർദിയൊക്കെ ധരിച്ചിട്ടുള്ള പട്ടാളക്കാരുണ്ട് പോലീസുകാരുടെ കാവലിന്. ഫിറ്റിൻ ബഹിലിയ അവർക്ക് യാത്ര ചെയ്യുന്നതിന് ഒരു തുറന്ന വാഹനമുണ്ട്. ഷിക്കാരി കുത്തകളുണ്ട്. ബാസ് ബഹരി ഷക്കറെ ഹുറെ ഫറഷ് ഫറോഷിഷാലാദ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള പല രൂപത്തിലുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ലക്ഷറിയസ് ലൈഫ് നയിക്കുന്ന ഒരു കുടുംബമാണ് നമ്മളുടെ ആനന്ദിയുടേത്. ഓണററി മജിസ്ട്രേറ്റ് ഇതിന് പുറമെ തന്നെ ഓണററി ആയിട്ട് കിട്ടുന്ന മജിസ്ട്രേറ്റ് പദവിയിൽ എന്താണ് ജോ ഏക് മുഅസ്സിസ് താലൂക്കേദാർ കെ ലിയെ ഗറസ് എന്നാണ്
മുഅസ്സിസ് താലൂക്കിദാർ കെ ലവാസിം ഹെ. എന്ന് വെച്ചാൽ ഒരു നല്ല ഒരു താലൂക്കിദാറിനുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും ഒക്കെയുള്ള ആളാണ് നമ്മുടെ ആനന്ദിയുടെ അച്ഛനുണ്ടായിരുന്നത്. ഇനി നോക്കാം. വോ ഉൻസെ ബഹ്റവർത്തെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു നമ്മുടെ ആനന്ദിയുടെ അച്ഛൻ. അദ്ദേഹത്തിന്റെ പേരാണെന്ത്? ഭൂപ് സിംഗ്. ഫറാഹ് ദിൽ, അദ്ദേഹം തന്നെ വളരെ മനസ്സ് തുറന്ന് സഹായിക്കുന്ന ആളായിരുന്നു. ഹൗസ്ലാമൻ, നല്ല ധൈര്യശാലി ആദ്മി थे. മഗർ കിസ്മത് കി ഖൂബി ലഡ്ക ഏക് ബി ന था. പക്ഷെ വിധി എന്ന് പറയാം, അദ്ദേഹത്തിന് എന്താണ്? ആൺമക്കളില്ല. സാത് ലഡ്കിയാ ഹി ലഡ്കിയാ ഹുയി. 7 പെൺമക്കളാണുള്ളത്. സാതോ ജിന്ദാ ഹെ, എല്ലാവരും ജീവിച്ചിരിക്കുന്നു. अपने बराबर या ज्यादा ऊंचे खानदान में उनकी शादी करना अपनी रियासत को मिट्टी में मिलाना था. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്തായിരുന്നു? അപ്പനെ ബരാബർ യാ ജ്യാദ ഊഞ്ചെ ഖാൻദാൻ മേ, അദ്ദേഹത്തിന്റെ അതേ സ്റ്റാറ്റസിലുള്ള ആളുകളിലേക്ക്, അല്ലെങ്കിൽ എന്താണ് അതിനേക്കാളും ഉയർന്ന ഫാമിലിയിലേക്ക് എന്ത് ചെയ്യണം? ഉൻകി ഷാദി കർണ, ഈ മക്കളെയൊക്കെ കെട്ടിച്ചയക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങനെയൊക്കെ അപ്പനി റിയാസത് കോ മിട്ടി മിലാനത, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു ലെവൽ പുലർത്തുന്നതിന് അദ്ദേഹത്തിന് ധാരാളം പൈസയും കാര്യങ്ങളൊക്കെ ചെലവാക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റേറ്റിനെ തന്നെ മിട്ടിമേ മിലാദേന ഹത്മ കർദേന മുനാസിബ് എന്ന് വെച്ചാൽ ഏകദേശം അതിന് തത്തുല്യമായിരുന്നു. ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ. ഇനി പറയാണ്, പഹലെ ജോഷ് മേ തോ ഉन्होंने 3 शादियां दिल खोल कर कर ली. അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യത്തെ 3 കല്യാണങ്ങളൊക്കെ അദ്ദേഹം ദിൽ ഖോൽ കർ, ബടെ ജോഷ് സെ, ജോഷ് ഫറോഷ്, ജോഷ് എന്ന് വെച്ചാല് ജോഷ് ഹറോഷ് എന്ന് വെച്ചാൽ അത്രയും നല്ല ആഡംബരപൂർണ്ണമായിട്ട് ആദ്യത്തെ 3 കല്യാണം കഴിച്ചു. മഗർ 15-20 ഹസാർ മഖറൂസ് ഹോ ഗയെ തോ ആൻഖേൻ ഖുലി. പക്ഷേ 10-20,000 രൂപ അദ്ദേഹത്തിന് കടങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കണ്ണു തുറന്നു. ഹാത്ത് പയർ പീട്ട്ലി എന്ന് വെച്ചാൽ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ആനന്ദി ചൗഥി ലഡ്കി, ആനന്ദി ഇവരുടെ 4ാമത്തെ മകളാണ്. മഗർ അപ്നി സബ് ബഹനോ സെ ജ്യാദ ഹസീൻ ഓർ നേക്, പക്ഷെ വളരെ സുമുഖിയും ഓർ നേക് അച്ഛി थी. इसी वजह से ठाकुर भूप सिंह उसे बहुत प्यार करते थे. അതുകൊണ്ട് തന്നെ ഭൂപ് സിംഗ് उसको बहुत प्यार करते थे. हसीन बच्चे को शायद उसके माँ बाप भी ज्यादा प्यार करते थे. എന്ന് വെച്ചാൽ വളരെ സുന്ദരമായിട്ടുള്ള കുട്ടികൾ എന്താണ്, അവരെന്ത് ചെയ്യും? അച്ഛനമ്മമാര് കൂടുതൽ സ്നേഹിക്കാറുണ്ട്. ठाकुर साहब बड़े पसो पेश में थे. അപ്പൊ അദ്ദേഹം ഇസ് കൺഫ്യൂഷൻ में थे. उसकी शादी कहाँ करे, എവിടേക്ക് കല്യാണം കഴിച്ചയക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻ. न तो वो यही चाहते थे, അദ്ദേഹം ഇത് ആഗ്രഹിച്ചിരുന്നില്ല. എന്ത്? ഖറസ് का बोझ बढ़े, കടം ഇനിയും കൂടാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ലായിരുന്നു. और न यही मंसूर था, ഇതും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. उसे अपने आप को बदकिस्मत समझने का मौका मिले. അദ്ദേഹത്തിന്റെ മകൾക്ക് എന്താണ്, ഞാനൊരു ഹതഭാഗിയായി പോയല്ലോ എന്നുള്ള ചിന്താഗതിയും വരുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ലായിരുന്നു. एक रोज श्रीगंध उसके पास किसी चंदे के लिए रुपया मांगने आए. ഒരു ദിവസം നമ്മുടെ ശ്രീകണ്ഠൻ കഥാപാത്രമായിട്ടുള്ള ശ്രീകണ്ഠൻ എന്ത് ചെയ്തു? ഒരു ദിവസം ഏതോ ഒരു ചന്ത പിരിവിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? റുപ്പിയ മാംഗിനെ കെ ലിയെ എവിടെ വന്നു? ഭൂപ് സിംഗിന്റെ വീട്ടിലേക്ക് വന്നു. ഷായദ് നാഗരി പ്രചാർ കാ ചന്ദ താ, ഒരുപക്ഷെ എന്താണ് നാഗരി പ്രചാർ അതിന്റെ പിരിവായിരുന്നു. എന്ത് നാഗരി പ്രചാർ എന്ന് പറഞ്ഞാല് എന്നുവെച്ചാൽ ദേവനാഗരി എന്നുള്ളതാണ് നമ്മുടെ ഹിന്ദിയുടെ സ്ക്രിപ്റ്റ്. അപ്പോ ഈ ഒരു ഹിന്ദിയുടെ സ്ക്രിപ്റ്റിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടി ഒരു സാഹചര്യമായിട്ട് പറയാണ്, ഇന്ന് നമ്മൾ കാണുന്ന ഹിന്ദിയുടെ സ്ക്രിപ്റ്റ് ദേവനാഗരിയാണ്. ഈ സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തിയത് 1800-ലാണ്, അതായത് ഫോർട്ട് വില്യം കോളേജിൽ വെച്ചുകൊണ്ടാണ്. അതിനു മുമ്പ് ഹിന്ദി സ്ക്രിപ്റ്റ് ഇല്ല. ഹിന്ദി എന്ന് പറഞ്ഞിരുന്നത് ഉറുദുവിനാണ്. ഉറുദുവിന്റെ 9ഓളം പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹിന്ദി, ഹിന്ദുസ്ഥാനി, ഹിന്ദവി, പിന്നെ ഉറുദു മുഅല്ല, ദഖനി എന്നൊക്കെ പറയുന്നത്, സബാന ദഹ്ലവി എന്നൊക്കെ പറയുന്നത്, രേഖ്ത. അപ്പോ ആ ഒരു സമയത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ കണ്ടെത്തിയിട്ടുള്ള ഒന്നാണ് എന്ത്? ഹിന്ദി അഥവാ ഉറുദുവിന്റെ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യുക? മാറ്റുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ മുസ്ലിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറുദുവിനെ ഇന്ന് നമ്മൾ എഴുതുന്ന ഈ ഉറുദുവിന്റെ സ്ക്രിപ്റ്റിലും, അതുപോലെ തന്നെ ഹിന്ദുവും കേലി എന്ന് പറഞ്ഞുകൊണ്ട്, ഹിന്ദുക്കളുടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട്
അതിന്റെ സ്ക്രിപ്റ്റ് നാഗരി സ്ക്രിപ്റ്റിലും എഴുതാനുള്ള തുടക്കമിട്ടത്. അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതിനെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് അതിനുവേണ്ടി അദ്ദേഹം ചുമതലപ്പെടുത്തിയിരുന്നത്, ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തിയിരുന്നതാണ് ലല്ലു ലാൽജിയെ. അദ്ദേഹമാണ് ആധുനിക ഹിന്ദി സ്ക്രിപ്റ്റിന്റെ ഉപജ്ഞാതാവ്. അങ്ങനെ ഭൂപ് സിംഗ് അങ്ങനെ പിന്നെ ഇത് എന്ത് ചെയ്തു, ഈ ഹിന്ദി ഹിന്ദുവോക്കേരി എന്നുള്ള പ്രചാരണത്തിന് വേണ്ടി ഒരു പ്രാമുഖ്യം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അതിനു വേണ്ടി ഹിന്ദുക്കളെ ഇറക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു, ഇതാക്കാൻ വേണ്ടിയിട്ട്, പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതിനു വേണ്ടിയുള്ള പ്രചാരണങ്ങളും ഒക്കെ നൽകി, അതിന് വേണ്ട ഒത്താശകളൊക്കെ നൽകി. അങ്ങനെ എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും തമ്മിൽ തെല്ലിക്കാം എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. ഭൂപ് സിംഗ് ഉൻകെ തൗർ തരീഖ് പെർ റീച്ച് കിയെ. അപ്പൊ അങ്ങനെ ഈ പിരിവിന് വേണ്ടി വന്നതാണ് നമ്മുടെ ശ്രീകണ്ഠൻ. അപ്പൊ ഭൂപ് സിംഗ് ഇതൊക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ തൗർ തരീഖ്, അദ്ദേഹത്തിന്റെ രീതികളും പെരുമാറ്റങ്ങളും കണ്ടപ്പോൾ അദ്ദേഹം വളരെ ആകർഷണനായി. മിലാലിയെ, അങ്ങനെ എന്ത് ചെയ്തു, സായിച്ച് എന്ന് വെച്ചാൽ അവരുടെ ഈ ജാതകമൊക്കെ എന്ത് ചെയ്തു, ഒത്തുനോക്കി. അദ്ദേഹത്തിന്റെ മകളുമായിട്ട് ഒക്കുന്നതാണോ അല്ലേ എന്നുള്ളതൊക്കെ. അങ്ങനെ ഷാദി ധൂം ധാം സെ ഹോഗി. ഇവർ തമ്മിലുള്ള കല്യാണമൊക്കെ വളരെ ഭംഗിയായിട്ട് ഉഷാറായിട്ട് കഴിഞ്ഞു. ബാക്കി നമുക്ക് പിന്നീട് നോക്കാം.